പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ലങ്കാദഹനത്തിനു ശേഷമുള്ള ഹനുമാന്റെ മടക്കയാത്രയെക്കുറിച്ചാണ്. ദൂതിനു പോയി കൃത്യമായ സന്ദേശം കൈമാറി, തൻ്റെ ലക്ഷ്യത്തെ കൃത്യമായിട്ട് കണ്ടെത്തി. മാത്രമല്ല, ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളെ രാവണന് നൽകി രാവണന്റെ പുത്രനെ നിഗ്രഹിച്ചുകൊണ്ടും രാവണന്റെ കൊട്ടാരത്തെയും ലങ്കയിലെ ഒരുപാട് സ്ഥലങ്ങളെയും അഗ്നിക്കിരയാക്കിക്കൊണ്ടും തിരിച്ച് തന്നെ കാത്തുകിടക്കുന്ന തൻ്റെ സഹോദരങ്ങൾക്കരികിലേക്ക്, രാജാവായ സുഗ്രീവൻ അരികിലേക്ക് വരികയാണ് ഹനുമാൻ. രാമൻ കാത്തിരിക്കുകയാണ് ഹനുമാന്റെ സന്ദേശത്തിനായിട്ട്. സീതാദേവി ലങ്കയിലുണ്ട് എന്നത് ഏറെക്കുറെ ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ലങ്ക എന്ന വിശാലമായ രാജ്യത്തിൽ എവിടെയാണ് സീതയുള്ളത്, എന്താണ് അവസ്ഥ എന്നതിനെ കുറിച്ചൊന്നും അറിയില്ല. അവിടെയാണ് സീതാദേവിയെ ഹനുമാൻ കണ്ടെത്തി. പക്ഷേ ഇതെങ്ങനെയാണ് ഹനുമാൻ രാമനോട് പറയുന്നത്? വളരെ പ്രസക്തമാണ് ഹനുമാന്റെ ഈ വിഷയ അവതരണം. കണ്ടു ഞാൻ സീതയെ, സീതയെ ഞാൻ കണ്ടു എന്നല്ല, കണ്ടു ഞാൻ സീതയെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? രാമൻ കാത്തിരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നൊരു വാക്കിന് വേണ്ടിയിട്ടാണ്. സീതയെന്ന് പിന്നീട് പറയേണ്ട ആവശ്യമില്ല. കാരണം ആരെ കാണാനാണോ സുഗ്രീവന്റെ ആജ്ഞ, ആരെ കണ്ടെത്താനാണോ ആജ്ഞ, അത് കണ്ടെത്തി വന്നു. കണ്ടു ഞാൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും അത് സീതയെ. ഇവിടെയാണ് നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ ഒരു വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ ഈ വളച്ചുകെട്ടി പറയുന്ന ആളുകളുണ്ട്. ആ വിഷയത്തിലേക്ക് വരാൻ ഒരുപാട് സമയം പിടിക്കും. നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കും. ചിലപ്പോൾ വളരെ അപ്രസക്തമായ, നമുക്ക് തമാശ തോന്നുന്ന എന്തെങ്കിലും കാര്യമായിരിക്കും. ഒരുപാട് സമയം വേസ്റ്റായി കളയും. ആശയത്തെ കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ പറയുകയാണ് ആശയ സംവാദത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ പ്രസംഗിക്കുന്നത് 2 മണിക്കൂർ പ്രസംഗിക്കുന്നവരുണ്ട്, 10 മിനിറ്റ് പ്രസംഗിക്കുന്നവരുണ്ട്. 2 മണിക്കൂർ കൊണ്ട് എത്തിക്കാൻ പറ്റാത്ത ആശയങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ശ്രോതാക്കളിൽ എത്തിക്കാൻ പറ്റുന്ന പ്രാസംഗികന്മാരാണ് വളരെ മിടുക്കന്മാർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ ആശയത്തെ ശ്രോതാവിൽ എത്തിക്കുക. അതിന് മർമ്മപ്രധാനമായ വാക്കുകളെ പറയണം. പറയേണ്ടത് എന്താണോ അത് മാത്രം പറയുക. ഇവിടെ രാമനെ പോലെയുള്ള ഒരാൾക്കരികിൽ ഒരു സാഹിത്യത്തിൻ്റെയും ആവശ്യമില്ല. ഞാനവിടെ എത്തി, ഓരോ അന്തഃപുരത്തിലും കയറിയിറങ്ങി, അവിടെയൊന്നും സീതയില്ല, അങ്ങനെ അശോകവനത്തിലെത്തി, എല്ലാ മരങ്ങളെയും പരിശോധിച്ചു, ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ആകാംക്ഷയാകും. പണ്ട് ഒരാളുടെ വീട്ടിലൊരു കുഞ്ഞിനെ കാണാതെയായി. നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പല ആളുകളും കുഞ്ഞിനെ അന്വേഷിച്ചിട്ട് പോയി. ഒരാൾ കണ്ടെത്തി, കുട്ടിയെ ഒരു നദിക്കരയിൽ നിന്നും കണ്ടെത്തി. അയാൾ ഫോൺ ചെയ്യുകയാണ് അമ്മയ്ക്ക്. ഞാൻ മലമുകളിൽ അന്വേഷിച്ചു, കുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. സകല ഭിക്ഷാടകന്മാർക്കരികിലും അന്വേഷിച്ചു, കുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു 5 മിനിറ്റ് സമയം അയാൾ അന്വേഷിച്ച സ്ഥലങ്ങൾ മുഴുവൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഞാൻ നദിക്കരയിലെത്തിയപ്പോൾ. അപ്പൊ അമ്മ ചോദിച്ചു ആകാംക്ഷയോടെ, നദിക്കരയിലെത്തിയപ്പോൾ? അപ്പൊ കുട്ടി മരിച്ചോ? കുട്ടിയുടെ മൃതശരീരമാണോ കണ്ടത്? കുട്ടിയെ ഞാൻ കണ്ടു, എൻ്റെ കൂടെയുണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്ര വളച്ചു കെട്ടിയിട്ടാണ് കുഞ്ഞിനെ കാണാത്ത വിഷമത്തിൽ അങ്ങനെ നീറി നിൽക്കുന്ന അമ്മയോട് കണ്ടു ഞാൻ കുഞ്ഞിനെ എന്ന് പറഞ്ഞതിന് ശേഷം വിശദീകരിച്ചാൽ എത്ര മണിക്കൂറും അമ്മ ആ വാക്കുകൾ കേൾക്കുമായിരുന്നു. ഇവിടെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ആശയത്തെ നമ്മൾ മറ്റൊരാളോട് ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകണം, എളുപ്പത്തിൽ മനസ്സിലാവണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കാര്യം എത്ര ഗൗരവത്തിൽ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിലെ കാമ്പ് എന്താണോ, മർമ്മം എന്താണോ, അതാണ് ഏറ്റവും ആദ്യം അവർ ഹൃദിസ്ഥമാക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഒരു ആവശ്യം ഒരാളോട് പറയുന്നു, നമ്മുടെ ആവശ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പശ്ചാത്തലം മുഴുവൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്ക് ഈ ശ്രോതാവിന് ബോറടി തുടങ്ങും. നമ്മുടെ ആവശ്യത്തെ വലിയ വളച്ചുകെട്ടില്ലാതെ പറയണം. ഇപ്പോൾ ഒരാൾ വായ്പ മേടിക്കാൻ ചെല്ലുന്നു, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ഞാൻ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നത് ഇന്നൊരു ഉദ്ദേശത്തിലാണ്.
ഈ ഒരു കൊറോണ കാലത്ത് എനിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് സഹായിക്കണം. ഈ വിഷയമാണ് പറയേണ്ടതെങ്കിലും ലോകവിവരം മുഴുവനും പറഞ്ഞ് ഒരു മണിക്കൂറോളം രാഷ്ട്രീയം പറഞ്ഞ് ഇങ്ങനെ ഇയാളെ എത്രത്തോളം ബോറടിപ്പിക്കാൻ പറ്റുമോ അതിനുശേഷം നിങ്ങൾ എനിക്ക് ഒരു 1000 രൂപ കടം തരണം എന്ന് പറഞ്ഞാൽ അയാൾ പലപ്പോഴും പറഞ്ഞേക്കും എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഇല്ല എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരാവശ്യം സാധിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായ ഒരുപാട് കാര്യങ്ങളെ പറയുന്നതിനു പകരം ആവശ്യത്തിലേക്ക് ഏറ്റവും നല്ല വാക്കിലൂടെ കടക്കലാണ് ഉത്തമം. ഇവിടെയാണ് ഹനുമാൻ നമുക്ക് നൽകുന്ന നല്ലൊരു സന്ദേശം. കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യണം, ആശയത്തെ എങ്ങനെ മറ്റൊരാളിൽ എളുപ്പത്തിൽ എത്തിക്കണം, ഈ വാക്കിലൂടെ നമുക്ക് ഹനുമാനെ വിലയിരുത്താം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ജയ് ശ്രീറാം.